നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ഒരു സൈനിക റെയ്ഡിൻ്റെ കൃത്യമായ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെനിൻസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിലിയെയും US സ്പെഷ്യൽ ഫോഴ്സ് തട്ടിക്കൊണ്ടുപോകുന്ന ആ കാഴ്ച ലോകത്തെ അമ്പരപ്പിക്കുന്നു. 2013 മുതൽ വെനിൻസുല അടക്കി ഭരിച്ചിരുന്ന ഏകാധിപതി ഇക്കഴിഞ്ഞ ദിവസം കയ്യാമം വെച്ച് പ്ലെയിനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറത്തിറങ്ങുന്ന കാഴ്ച. നിക്കോളാസ് മഡുറോ അമേരിക്കയിലെത്തുന്ന ആദ്യ വീഡിയോ അമേരിക്ക പുറത്തുവിടുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ന്യൂയോർക്കിലെ സ്റ്റുവർട്ട് വിമാനത്താവളത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന മഡുറോയുടെ കൈകളിൽ വിലങ്ങുകൾ വ്യക്തമാണ്. മണിക്കൂറുകൾക്ക് മുൻപ് വെനിൻസുലയിലെ ഭീതിതമായ ഒരു രാത്രി. നേരത്തെ US യുദ്ധക്കപ്പലിൽ കൈകൾ ബന്ധിച്ച് കണ്ണുകൾ മൂടിയിരിക്കുന്ന മഡുറോയുടെ ഫോട്ടോ അമേരിക്ക പുറത്തുവിട്ടിരുന്നു. ന്യൂയോർക്കിൽ ഇറങ്ങിയതിനു ശേഷം മഡുറോ സഞ്ചരിച്ച വാഹനവ്യൂഹം മാൻഹാട്ടനിലെ വെസ്റ്റ് സൈഡ് ഹൈവേയിലുള്ള US ട്രക്ക് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. തുടർന്ന് മഡുറോയെയും ഭാര്യയെയും ഹെലികോപ്റ്ററിൽ ബ്രൂക്ലിനെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 3 ഹെലികോപ്റ്ററുകൾ ഹഡ്സൺ നദിക്ക് മുകളിലൂടെ പറന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കടന്ന് ലാൻഡിങ്ങിന് സജ്ജമായി നിന്നു. അവിടേക്ക് നിയമപാലകരുടെ വലിയ വാഹനനിരയും ദൃശ്യമായിരുന്നു. വെനിൻസുലയിൽ നിന്ന് പിടികൂടിയതിനു ശേഷം കരീബിയൻ കടലിലെ ഒരു അജ്ഞാത സ്ഥലത്തേക്കാണ് ആദ്യം മഡുറോയെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് അവിടെ നിന്ന് ക്യൂബയിലെ ഗവാൻടനാമോബയിലെ US നാവികത്താവളത്തിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് മറ്റൊരു വിമാനത്തിൽ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഓറഞ്ച് കൗണ്ടിയിലുള്ള സ്റ്റുവർട്ട് എയർഫോഴ്സ് ബേസിലേക്ക്, തുടർന്നാണ് ഹെലികോപ്റ്ററിൽ ന്യൂയോർക്ക് ടൗണിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. വെനിൻസുലയിൽ നിന്ന് പിടിക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ എത്തുന്നതുവരെ മഡുറോ ഏകദേശം 3300 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. ന്യൂയോർക്കിലെ സദേൺ ഡിസ്ട്രിക്റ്റിൽ നിക്കോളാസ് മഡുറോയ്ക്കും സിലിയ ഫ്ലോറസിനുമെതിരെ കുറ്റം ചുമത്തി എന്ന് US അറ്റോർണി ജനറൽ പാം ബോണ്ടി സ്ഥിരീകരിച്ചു. നാർക്കോ ടെററിസം നടത്താനുള്ള ഗൂഢാലോചന, അമേരിക്കയിലേക്ക് കൊക്കൈൻ ഇറക്കുമതി ചെയ്യാനുള്ള ഗൂഢാലോചന, മെഷീൻ ഗണ്ണുകളും വിനാശകരമായ ഉപകരണങ്ങളും കൈവശം വയ്ക്കൽ, USനെതിരെ അത്തരം ആയുധങ്ങളുടെ പ്രയോഗം തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളുടെ പട്ടിക മഡുറോയ്ക്ക് മേൽ ചാർത്തപ്പെട്ടു. അമേരിക്കയിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ മഡുറോയുടെ വിരലടയാളമെടുത്തു. ബയോമെട്രിക് ഡേറ്റ, മാഗ്ഷോട്ടുകൾ എന്നിവ എടുക്കുന്നതിനും മെഡിക്കൽ പരിശോധനകൾക്കും അദ്ദേഹത്തെ വിധേയനാക്കി. തുടർന്ന് ഈ വിവരങ്ങൾ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തി. ആഴ്ചകൾ നീണ്ട സൂക്ഷ്മമായ ആസൂത്രണം, അനുയോജ്യമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി പിന്നീട് ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പ്. ഒടുവിൽ വെള്ളിയാഴ്ച രാത്രി സമയം 10:46, വെനിൻസുലയിൽ 11:46, ദൈവത്തിൻ്റെ വേഗതയും ആശംസകളും നേർന്നുകൊണ്ട് ട്രംപ് അന്തിമ അനുമതി നൽകി വെനിൻസുലൻ പ്രസിഡന്റ് മഡുറോയെയും ഭാര്യയെയും പിടികൂടാൻ. ഇതോടെ ട്രംപ് ഉത്തരവിട്ട ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് തുടങ്ങിക്കഴിഞ്ഞു. വെനിൻസുലയുടെ തലസ്ഥാനമായ കാരക്കാസിലെ ഒരു സൈനിക താവളത്തിലെ ബങ്കറിൽ അതീവ സുരക്ഷയിൽ കഴിയുകയായിരുന്നു മഡുറോ. അപ്പോൾ കടുത്ത കാവൽ, ഒരു കോട്ട പോലെ സുരക്ഷിതമായ സ്ഥലം. അവിടേക്ക് നുഴഞ്ഞു കയറി ലോകത്തിൽ മറ്റൊരു ശക്തിക്കും തന്നെ പിടികൂടാൻ കഴിയും എന്ന് വെനിൻസുലൻ പ്രസിഡന്റ് മഡുറോ കരുതിയിരുന്നില്ല. ഏറ്റവും സുരക്ഷിതമായ ഇടം എന്നീ പ്രദേശത്തെ അവർ വിശേഷിപ്പിച്ചിരുന്നു. അതിനു ചുറ്റും ഏറ്റവും ഉറപ്പുള്ള ഉരുക്കുകൊണ്ട് മൂടപ്പെട്ട വലിയ കോട്ട. മഡുറോ താമസിച്ചിരുന്ന ബംഗ്ലാവിനോട് ചേർന്ന് ഏറ്റവും സുരക്ഷിതമായ ഒരു പാനിക് മുറി, സേഫ് മുറി എന്നാണ് ഈ മുറി വിശേഷിപ്പിക്കപ്പെടുന്നത്. 6 ഇഞ്ച് കനത്തിൽ മെറ്റലുകൾ കൊണ്ട് തീർത്ത വലിയ വാതിൽ. അതൊരു കട്ടിയുള്ള വാതിലായിരുന്നു, വളരെ ഭാരമുള്ള വാതിൽ. പക്ഷേ അയാൾക്ക് ആ വാതിലിനടുക്കലേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല. അതിനു മുൻപ് തന്നെ അമേരിക്കൻ സേനാംഗങ്ങൾ അയാളെ വളഞ്ഞു. കാരക്കാസിൽ അമേരിക്കൻ സേനയുടെ ഡെൽറ്റ ഫോഴ്സ് റെയ്ഡ് തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ആ പ്രദേശം പൂർണ്ണമായി ഇരുട്ടിലായി. മാസങ്ങളായി മഡുറോയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു CIA ചാരന്മാർ. അവർ വൈദ്യുതി ഗ്രിഡ് ഹൈജാക്ക് ചെയ്തതാണോ, ആദ്യ സ്ഫോടനങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതാണോ എന്നിപ്പോഴും വ്യക്തതയില്ല. മഡുറോയുടെ നീക്കങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി CIA നിരീക്ഷിച്ചു. അയാൾ എന്താണ് ധരിക്കുന്നത്, എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, കുട്ടികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ കൃത്യമായ നിരീക്ഷണം നടത്തി. വളരെ സൂക്ഷ്മമായി അവർ ഒരു ദൗത്യം ആസൂത്രണം ചെയ്തു. വെനിൻസുലയുടെ തലസ്ഥാനത്തേക്ക് ഇരച്ചു ചെന്ന് മഡുറോ എന്ന പ്രസിഡന്റിനെയും ഭാര്യയെയും തടവിലാക്കുക. ഒരുപക്ഷെ
ട്രംപ് പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ധീരമായ ഓപ്പറേഷൻ, വളരെ കൃത്യമായ ഒരു എക്സ്ട്രാക്ഷൻ എന്നാണ് ഈ ഓപ്പറേഷനെ അമേരിക്ക വിശേഷിപ്പിച്ചത്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലുടനീളം ഏകോപനത്തോടെ 150 വിമാനങ്ങൾ പറക്കുന്നു. ഈ വിമാനങ്ങൾ ആ പ്രാദേശിക സ്ഥലത്തിന് മുകളിൽ ഒത്തുചേർന്ന് ഒരു പ്രഭാവലയം സൃഷ്ടിക്കുന്നു. ആകാശം നിറയെ വിമാനങ്ങളുടെ സാന്നിധ്യം. അതിനിടയിൽ അപ്രതീക്ഷിതമായി കാരക്കാസ് നഗരമധ്യത്തിലേക്ക് ഒരു ഇന്റർഡിക്ഷൻ ഫോഴ്സിനെ ഇറക്കുക. US യുദ്ധക്കപ്പലുകളിൽ നിന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പറന്നുയർന്ന കഴിഞ്ഞ ഡിസംബർ മുതൽ വെനിൻസുലൻ തീരത്ത് പറന്നുകൊണ്ടിരുന്ന 1 ഡസനിലധികം വിമാനങ്ങൾ പെട്ടെന്ന് ഒരേ സമയം പറന്നുപൊങ്ങി. വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡിൽ നിന്നും F-18, F-22, F-35 യുദ്ധവിമാനങ്ങൾ, സീഹോക്ക് ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ, B-1 സൂപ്പർസോണിക് ബോംബറുകൾ, ആളില്ല ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ നിരവധി വിമാനങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു. ഇതിനിടയിൽ കരീബിയൻ ദ്വീപുകൾക്ക് ചുറ്റുമുള്ള US താവളങ്ങളിൽ നിന്ന് നിരവധി വിമാനങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു. ആകാശം നിറയെ വിമാനങ്ങൾ. അതിനിടയിൽ സ്പെഷ്യൽ ഫോഴ്സിന് വഹിച്ച ഹെലികോപ്റ്ററുകൾ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റിൽ നിന്ന് പുറപ്പെടുന്നു. നൈറ്റ് സ്റ്റാക്കേഴ്സ് എന്നാണ് ഇവരുടെ വിളിപ്പേര്. അതിൽ MH-60 സീഹോക്സും MH-47 ചിനൂക്സും ഉൾപ്പെടുന്നു. കാരക്കാസിനടുത്തെത്തിയപ്പോൾ ഡെൽറ്റ ഫോഴ്സ് ഹെലികോപ്റ്ററുകൾ കടലിൽ നിന്ന് വെറും 100 അടി ഉയരത്തിൽ പറന്നു. എന്നാൽ അവയ്ക്ക് മുകളിൽ നിരവധി യുദ്ധവിമാനങ്ങളുടെയും ബോംബറുകളുടെയും ഒക്കെ പിന്തുണ. നഗരത്തിന് ചുറ്റുമുള്ള 5 സൈനിക കേന്ദ്രങ്ങൾ നൊടിയിടയ്ക്കുള്ളിൽ ബോംബാക്രമണത്തിൽ തകർത്തു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ വെനിൻസുലൻ സൈനികർ നിലത്തിരിക്കുന്നു. ഒടുവിൽ പുലർച്ചെ 1 മണി കഴിഞ്ഞ് 1 സെക്കൻഡായപ്പോൾ വെനിൻസുലൻ നേതാവിൻ്റെ വളപ്പിലെത്തിയ US സൈന്യം കടലിൻ്റെ മുകളിലൂടെ തിരിച്ചെത്തി 3:29 USS ഇവോ ജിമയിൽ തിരിച്ചെത്തുന്നു. കരയിലെ വെടിവെപ്പും മഡുറോയെ പിടികൂടലുമൊക്കെ വെറും 30 മിനിറ്റിൽ താഴെ സമയമെടുത്താണ് ഡെൽറ്റ ഫോഴ്സ് സേന ചെയ്തു തീർത്തത്. മഡുറോയുടെ കനത്ത സുരക്ഷയുള്ള കോമ്പൗണ്ട് തൊട്ടു താഴെ ഹെലികോപ്റ്ററുകളിൽ നിന്ന് കയറുകൾ താഴേക്ക് സ്ലൈഡ് ചെയ്ത് വേഗത്തിലുള്ള റോപ്പ് ഉപയോഗിച്ച് 1 ഡസനോളം ഡെൽറ്റ ഫോഴ്സ് സേനാംഗങ്ങൾ താഴേക്കിറങ്ങി. ഈ സേനാംഗങ്ങൾക്ക് നേരെ കനത്ത വെടിവെപ്പ്. അവർ താഴേക്കിറങ്ങുന്നതിനിടയിൽ ഹെലികോപ്റ്ററിനും വെടിയേറ്റു. ഫോർട്ട് യൂനിയിൽ ഒരു പൈജാമ മാത്രം ധരിച്ച് മഡുറോയും ഭാര്യയും കട്ടിലിൽ കിടന്നുറങ്ങുന്നു. അപകടം മണത്ത ഇരുവരും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അതിക്രൂരമായ വെടിവെപ്പ് ആ പ്രദേശത്ത് നടന്നുവെന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. തങ്ങൾക്ക് നേരെ വെടിയുതിർത്ത സേനാംഗങ്ങൾക്ക് നേരെ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ഡെൽറ്റ ഫോഴ്സ് അംഗങ്ങൾ മഡുറോയുടെ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു. മുറിയിൽ ഉറങ്ങുകയായിരുന്ന മഡുറോയും ഭാര്യയും വെടിയൊച്ച കേട്ടാണ് ഉണരുന്നത്. US സൈനികർ ദമ്പതികളുടെ അടുക്കലെത്തി അവരെ നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തെടുത്തുവെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. USS ഇവോ ജിമയിൽ നിന്നാണ് ആ ഹെലികോപ്റ്റർ പുറപ്പെട്ടത്. അതേ വിമാനവാഹിനി കപ്പലിൽ സുരക്ഷിതമായി ഹെലികോപ്റ്റർ തിരികെ എത്തി. സൈന്യം മഡുറോയുടെ വീട്ടുവളപ്പിലേക്ക് ഇറങ്ങി. വേഗതയോടും കൃത്യതയോടും അച്ചടക്കത്തോടും കൂടി അവർ മുന്നോട്ട് നീങ്ങി. കരസേനയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആ പ്രദേശത്തെ വ്യോമസേന പൂർണ്ണമായി ഒറ്റപ്പെടുത്തിയിരുന്നു. തുടർന്ന് അമേരിക്ക കുറ്റാരോപണം ഉന്നയിച്ച വ്യക്തികളെ കീഴടക്കി പുറത്തെത്തിച്ചു. മഡുറോയെയും ഭാര്യയെയും ആ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. ഹെലികോപ്റ്റർ കോമ്പൗണ്ടിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് നൊടിയിടയ്ക്കുള്ളിൽ പറന്നുയർന്നു. തുടർന്നവരെ USS ഇവോ ജിമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ന്യൂയോർക്കിലെ സദേൺ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള FBI ഏജന്റുമാർ അവരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് ഭീകരത, കൊക്കൈൻ കള്ളക്കടത്ത്, മെഷീൻ ഗൺ കൈവശം വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്തായിരുന്നു അറസ്റ്റ് നടപടികൾ. റെയ്ഡ് തത്സമയം വീക്ഷിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അത്ഭുതകരമായിരിക്കുന്നു. ഒരു ടെലിവിഷൻ ഷോ കാണുന്നത് പോലെ ഞാനത് കണ്ടുകൊണ്ടിരുന്നു. കുറ്റമറ്റ രീതിയിൽ നടന്ന റെയ്ഡ് എന്നാണ് ട്രംപ് ഈ ഓപ്പറേഷനെ വിശദീകരിച്ചത്. കഴിഞ്ഞ വേനൽക്കാലം മുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഞങ്ങളുടെ ഏജന്റുമാർ നിലത്തുണ്ടായിരുന്നു. മാസങ്ങളായി മഡുറോയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഞങ്ങളുടെ സ്റ്റെൽത്ത് റോഡുകളുടെ ഒരു കൂട്ടം അവൻ എപ്പോഴും എവിടെയായിരുന്നു, എപ്പോൾ ഭക്ഷണം കഴിച്ചു, എപ്പോൾ ഷർട്ട് ധരിച്ചു എന്നൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന് പേരിട്ട സൈനിക നടപടിക്കായി മാസങ്ങളോളം ഡെൽറ്റ ഫോഴ്സ് അംഗങ്ങൾ പരിശീലനം നടത്തി.
മഡ്രോയുടെ വസതിയുടെ മാതൃക സൃഷ്ടിച്ച് അവർ പരിശീലനം നടത്തി. അതീവ സുരക്ഷ ഉറപ്പാക്കി സ്ഥാപിച്ച ലോഹവാതിലുകൾ ഉൾപ്പെടെ തകർത്ത് ഉള്ളിൽ പ്രവേശിക്കുന്നതിന്റെ രീതികൾ അവർ പരിശീലിച്ചു. 1977 നോർത്ത് കരോലിന ആസ്ഥാനമായി ഡെൽറ്റ ഫോഴ്സ് സ്ഥാപിക്കുന്നത്. വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്ന സേനയാണിത്. US സേനയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിന് കീഴിൽ പ്രവർത്തനം. ബ്രിട്ടീഷ് കമാൻഡോ വിഭാഗമായ SAS മാതൃകയിലാണ് ഡെൽറ്റ ഫോഴ്സിന്റെ രൂപീകരണം. വളരെ പ്രയാസമേറിയ ദൗത്യങ്ങളാണ് ഡെൽറ്റ ഫോഴ്സിനെ ഏൽപ്പിക്കുക. വെനിൻസുലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത നടപടി അമേരിക്കയുടെ കരുത്ത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ്. അതിനാടകീയമായി എന്നാൽ അതിശക്തമായി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയെയും തടവിലാക്കിയ അമേരിക്കൻ നടപടി അത്ഭുതത്തോടെ ലോകം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.